ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ വീട്ടിൽ ചെയ്തു നോക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട് എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കൂലേ? അതുപോലെ തന്നെയാണ് നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്നും ഗ്യാസ് സ്റ്റവും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഗ്യാസ് സ്റ്റവ് നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സോഡപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും വിനീഗറും കൂടിയും ചേർത്തിട്ട് കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും നമ്മുടെ ഗ്യാസ് സ്റ്റവ്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് മാത്രം കുറച്ച് ഉപ്പും സോഡപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വിനിഗറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡും ഇട്ട് കൊടുത്തിട്ടാണ് കഴുകിയെടുക്കുന്നത്. എല്ലാ ദിവസവും കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതും ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ കൂടുതലായിട്ടൊന്നും ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. എല്ലാവരും ചെയ്യാറുണ്ടാവും, എന്നാൽ ഞാൻ വീഡിയോയിലൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ നോക്കാം. തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമുക്ക് സവാള ചെറുതായിട്ട് അരിയാനൊക്കെ സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ചോപ്പറൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചോപ്പറിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കരുത്. ഒന്ന് പൾസ് മോഡിലിട്ടിട്ടൊന്ന് 2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കിട്ടും കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ചിട്ട് നിങ്ങൾ മുട്ടക്കറിയോ ചിക്കൻ കറിയോ എന്താണോ ഉണ്ടാക്കുന്നത് അതുപോലെ തയ്യാറാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കട്ടി ഉണ്ടാവട്ടെ, നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വേണം നമുക്ക് ഈ കറി കിട്ടുക. ഞാനിത് ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറിയും തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കിച്ചണിലെ പൊടികളും മറ്റും ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന കുപ്പികളെല്ലാം നല്ല നീറ്റായിട്ട് പൊടിയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അതായത് ഓരോ തവണ നമ്മൾ പൊടികളെല്ലാം കഴിയുമ്പോൾ അതുപോലെ കടുക് ഉലുവ അതൊക്കെ കഴിയുമ്പോൾ ആ കുപ്പിയിലേക്ക് പുതിയതായിട്ട് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കുപ്പി നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം പുതിയത് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ വീടും കിച്ചണും എന്തായാലും പഴയതായാലും പുതിയതായാലും അതുപോലെ തന്നെ കൂടുതൽ സ്ഥലമുണ്ടോ സൗകര്യമുണ്ടോ ഒന്നും നോക്കണ്ട. നമ്മൾ എങ്ങനെയാണോ അത് കൊണ്ട് നടക്കുന്നത്, എത്ര വൃത്തിയിലാണോ നമ്മളത് കൊണ്ട് നടക്കുന്നത്, അതിലാണ് കേട്ടോ ആ കിച്ചണിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ ഭംഗിയിരിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഓരോന്നും കഴിയുമ്പോഴും പുതിയത് നടക്കുന്നതിന് മുമ്പ് തന്നെ കുപ്പികൾ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം പുതിയത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പൊടി പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ചെറിയ പീസ് ഉണ്ടാവുമല്ലോ, അത് മുറ്റത്തും വീട്ടിലെ അകത്തൊക്കെ കിടക്കാതിരിക്കാനായിട്ട് കുറച്ച് വലിയ കഷ്ണാക്കിയാണ്ട് കട്ട് ചെയ്ത് അതുമേൽ തന്നെ കവറിന്മേൽ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ പൊടി കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മടക്കി ഒരു കവറിലിട്ട് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ ചെറിയ പ്ലാസ്റ്റിക് കവറിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും കിടക്കില്ല കേട്ടോ. വണ്ടിയിലെ ഈ കവറിൻ്റെ ഒരു ഭാഗം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തന്നെ ഒന്ന് മടക്കി ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ചെറിയ പ്ലാസ്റ്റിക് കവറൊന്നും നമ്മുടെ വീട്ടിലൊന്നും കിടക്കില്ല കേട്ടോ. ഇപ്പോൾ കടുക് ഉലുവ അങ്ങനെയുള്ള എന്ത് കാര്യത്തിൻ്റെ ആയാലും ഇതുപോലെ ചെറിയൊരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ കവറൊന്ന് മടക്കി ഇതുപോലെ ഒരു കവറിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ വീട്ടിൽ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗോതമ്പ് പൊടി ഇങ്ങനെയൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കട്ട കെട്ടുന്ന വരെ വരുമല്ലോ. അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതായാലും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട കെട്ടുന്നത് പോലെ വരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. പൊടികൾ ഇടുന്ന ടിന്നിൻ്റെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ബേ ലീഫ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പൊടികൾ കട്ട കെട്ടാതെ തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇനി പൊടികൾ ഇട്ട് വെക്കുന്ന ടിന്ന് നന്നായിട്ട് കഴുകി ഉണങ്ങി വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത ടിന്നിലായിരിക്കണം നമ്മൾ പൊടികൾ ഇട്ട് വെക്കേണ്ടത്. അതുപോലെ തന്നെ അതിലേക്ക് ഉപയോഗിക്കുന്ന സ്പൂണിലും വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത സ്പൂണായിരിക്കണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെ
ഇത് പൂപ്പലും ഒന്നും വരാതെ തന്നെ പൊടികൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനി ഒരുവിധം എല്ലാ വീട്ടമ്മമാർക്കും വലിയൊരു ടാസ്ക്കാണ് ഈ തേങ്ങ പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാൻ കഴിയുക എന്ന് നോക്കാം. ഒരു തേങ്ങയുടെ വലിയ കണ്ണുണ്ടാവുമല്ലോ, മൊത്തത്തിൽ 3 കണ്ണുണ്ടാവും. അതിൽ ഒരു കണ്ണ് വലുതായിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ലൈനിൽ കട്ട് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് കഴിയും. തേങ്ങ പൊട്ടിക്കുന്നതിന് മുമ്പ് തേങ്ങ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താലും നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന ടാസ്ക്കുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് കഴിയും. ഞാനൊക്കെ മുമ്പ് ഒരു 10-15 വട്ടമൊക്കെ വെട്ടിയതിന് ശേഷമാണ് കേട്ടോ തേങ്ങ പൊട്ടിച്ചെടുക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ തേങ്ങ പൊട്ടിച്ചെടുക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെ നല്ല കല്ലായിട്ട് ഐസായി കിടക്കുന്ന മീനോ ഇറച്ചിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഐസിൽ നിന്ന് വേർതിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കല്ലുപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ഇട്ട് കൊടുത്താലും മതി. അതിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഐസായിട്ട് നല്ല കല്ല് പോലെ ഇരിക്കുന്ന മീൻ, അതിനിപ്പോൾ ചെറിയ മീനോ വലിയ മീനോ ഇറച്ചിയോ എന്തോ ആയിക്കോട്ടെ, കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ചിലപ്പോൾ നമുക്ക് വളരെ അധികം ഇഷ്ടമാവുന്ന ബോട്ടിലുകളൊക്കെ നമുക്ക് അതിൻ്റെ മൂടി ടൈറ്റ് അല്ലാത്തത് കൊണ്ട് ഒഴിവാക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്കത് ഒട്ടും ഒഴിവാക്കാനായിട്ട് തോന്നുകയുമില്ല. അങ്ങനെ മൂടി ടൈറ്റില്ലാത്ത കുപ്പികൾ എങ്ങനെയാണ് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് മൂടി ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് റബ്ബർ ബാൻഡാണ് കേട്ടോ വേണ്ടത്. 2 റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ നമുക്ക് ആ മൂടി അതിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂടി ടൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഒഴിവാക്കി വെച്ച ബോട്ടിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മൂടി നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. മഴക്കാലത്താണല്ലോ കൂടുതലായിട്ട് ഈ കൊടുമ്പുളി ഉണ്ടാവുക. അപ്പോൾ മഴയാകുമ്പോൾ നമുക്കത് പുറത്ത് വെയിലിൽ വെച്ച് ഉണക്കാനായിട്ടൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് എങ്ങനെ ഉണക്കിയെടുക്കാമെന്ന് നോക്കാം. കൊടുമ്പുളി നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാർത്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു നൂലിലോ അല്ലെങ്കിൽ കയറിലോ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂട് തട്ടുന്ന വിറകടുപ്പ് ഉണ്ടാവുമല്ലോ, അതിന് മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ കൊടുമ്പുളി ഒന്ന് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി കുക്കിംഗ് കഴിഞ്ഞ് അടുപ്പൊന്ന് ഫ്രീ ആകുമ്പോൾ ഇതുപോലെ 1-2 ചെറിയ വിറക് വെച്ചിട്ട് അതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ കൊടുമ്പുളി നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്കിത് വെയിലിലൊക്കെ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി. എന്നാൽ നമുക്ക് ചീഞ്ഞ് പോവാതെ തന്നെ കൊടുമ്പുളി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. ഒരുവിധം എല്ലാ വീട്ടമ്മമാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് വരുന്നത്. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു 5-6 ഗ്രാമ്പു അതിലേക്ക് ഇട്ട് വെച്ചാൽ നമുക്ക് ഉറുമ്പ് വരുന്ന പ്രശ്നം വരില്ല കേട്ടോ. പഞ്ചസാര ടിന്നിൻ്റെ മൂടി ടൈറ്റ് അല്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് മൂടി നമ്മൾ ശരിക്കും വെക്കാതിരിക്കുമ്പോഴാണ് അതിലേക്ക് ഉറുമ്പ് വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഉറുമ്പ് വരുന്ന ആ പ്രശ്നം വരില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കറിവേപ്പില നമുക്ക് കുറച്ച് കൂടുതൽ ആഴ്ചകളോളൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ടിന്നിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആഴ്ചകളോളം ഒരു കേടും വരാതെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ മുരിങ്ങയിലയും നമുക്ക് അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടിവെച്ചാൽ ഒരു കേടും കൂടാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ തേങ്ങ അതുപോലെ ബാലൻസ് ആയിട്ട് വന്നാൽ നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് എടുക്കുന്ന സമയത്ത് ചിരവി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇതുപോലൊരു ബോക്സിലോ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ നമുക്കത് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ചിരവി എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ചായ ഉണ്ടാക്കുമ്പോൾ ചായക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് ചായപ്പൊടി ടിന്നിൽ ഇതുപോലെ ഏലക്കായയുടെ തോടോ അല്ലെങ്കിൽ മുഴുവൻ ഏലക്കായ അങ്ങനെയോ ഇട്ട് വെച്ചാൽ നമ്മുടെ ചായപ്പൊടിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. ചായ ഉണ്ടാക്കുമ്പോൾ നമുക്കെപ്പോഴും ഏലക്കായ ഇടാൻ ഓർമ്മ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ചായപ്പൊടി ടിന്നിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ ചായക്ക് നല്ലൊരു ഏലക്കായയുടെ ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി നമ്മൾ കടയിൽ നിന്ന് ഐസ്ക്രീം അതുപോലെ കേടൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ബോട്ടിൽ നല്ല
നമുക്ക് കളയാനായിട്ട് തോന്നില്ല. അത് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം നമുക്കതിൽ പപ്പടം, പുളി, കറിവേപ്പില അങ്ങനെയൊക്കെ എല്ലാം സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലും എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മൂടി നല്ല എയർ ടൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ടിന്നുകളൊന്നും വെറുതെ കളയാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയ ടിപ്സുകൾ തന്നെയാണ്. ഇതെല്ലാം ഞാൻ ചെയ്തു നോക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നിങ്ങൾ എന്തൊക്കെ ടിപ്സുകളാണ് ഇതുപോലെ ചെയ്യാറുള്ളത് അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതിയാൽ എനിക്കും അത് വളരെയധികം പ്രയോജനമാവും. നമുക്കത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഇനി ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.